പുതുപുത്തൻ മോഡൽ RR 310 ഷോറൂം കണ്ടീഷൻ വണ്ടി. ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു സ്ക്രാച്ച് പോലും ഇല്ല. അധികം കിലോമീറ്റേഴ്സ് ഒന്നും ഓടിയിട്ടില്ല. ടയേഴ്സൊക്കെ നല്ല കണ്ടീഷനാണ്. നമ്മുടെ BMW നിർമ്മിക്കുന്ന അതേ കമ്പനി, നമ്മുടെ TVSന്റെ കമ്പനി തന്നെയാണ് BMW നിർമ്മിക്കുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്നൊരു സ്പോർട്സ് ബൈക്കും കൂടിയാണിത്. കൂടാതെ ഇത് പുതുപുത്തൻ ഷോറൂം കണ്ടീഷൻ വണ്ടി. ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല. നല്ല നീറ്റായിട്ടുള്ളൊരു റോയൽ എൻഫീൽഡിൻ്റെ ഹണ്ടർ 350. ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ബുള്ളറ്റിൻ്റെ കളക്ഷൻസ് ആണ് വരുന്നത്. ബുള്ളറ്റിൻ്റെ എലക്ട്ര ഉണ്ട്, ക്ലാസിക് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, ഹിമാലയൻ ഉണ്ട്, മീറ്റിയോർ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് അത്യാവശ്യം ജിപ്സറും. പിന്നെ ഒരുപാട് പേര് എൻക്വയറി ചെയ്തൊരു മോഡലാണ് അവഞ്ചർ. അപ്പോൾ അവഞ്ചറിൻ്റെ ഇത് കണ്ടില്ലേ, നല്ല നീറ്റ് ക്ലീൻ ഷോറൂം കണ്ടീഷൻ വണ്ടി. കണ്ടില്ലേ, ടയേഴ്സൊക്കെ പുതുപുത്തൻ ടയേഴ്സ്, നല്ല അടിപൊളി നീറ്റായിട്ടുള്ളൊരു വണ്ടി. കൂടാതെ നമ്മുടെ യുവാക്കളുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഡ്യൂക്കിൻ്റെ കളക്ഷൻസും ഉണ്ട്. പിന്നെ നമ്മുടെ ഡൊമിനോർ 400 നീറ്റ് ആൻഡ് ക്ലീൻ ഷോറൂം കണ്ടീഷൻ വണ്ടി. ഇപ്പോൾ ബൈക്ക് മാർട്ടിലുള്ള എല്ലാ വണ്ടികളും നീറ്റിൻ്റെയും ക്ലീൻ്റെയും കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാത്ത ആൾക്കാരാണ്. കാരണം അത്രത്തോളം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടികളാണ്. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് കൂടാതെ 2 R15 ഉണ്ട്. പിന്നെ ഒരു സുസുക്കിയുടെ V-Storm 250. ഒരു സൂപ്പർ ബൈക്കിൻ്റെ കാറ്റഗറിയിൽ എൻട്രി ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടിയാണ്. അത്യാവശ്യം ലോങ് ഡ്രൈവ്, പിന്നെ ഈ ട്രിപ്പിങ്ങിനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടിയും കൂടിയാണ്. അത് കൂടാതെ ഒരുപാട് പേര് എൻക്വയറി ചെയ്താണ് സ്കൂട്ടേഴ്സിൻ്റെ കളക്ഷൻസ്. അപ്പോൾ ഇത്തവണ സ്കൂട്ടേഴ്സിൻ്റെ കളക്ഷൻസിൽ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. അതേ കണ്ടില്ലേ, ഒരുപാട് സ്കൂട്ടേഴ്സിൻ്റെ കളക്ഷൻസാണ്. ഈ ഒരു സൈഡ് മുതൽ അതിൻ്റെ തൊട്ട് ബാക്ക് വരെ ഇത്തവണ ഒരുപാട് സ്കൂട്ടേഴ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ സ്കൂട്ടേഴ്സൊക്കെ ഏറ്റവും കുറഞ്ഞതൊരു 5000 രൂപ മുതൽ ഡൗൺ പേയ്മെൻ്റാണ് സ്റ്റാർട്ടിങ് വരുന്നത്. എല്ലാവരുടെയും സിവിൽ സ്കോർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏറ്റവും കുറവ് നല്ല സിവിൽ സ്കോറൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 5000 രൂപ മുതൽ ഡൗൺ പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഇനി സിവിൽ സ്കോർ കുറവുള്ളവരാണെങ്കിലും ആ വണ്ടി അനുസരിച്ചായിരിക്കും. എന്നാലും ഒരു ചുരുങ്ങിയതൊരു 10000 രൂപയൊക്കെ മതിയാവും ഡൗൺ പേയ്മെൻറ്റ്. അത് കൂടാതെ 220യുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു 220 ഉണ്ട്. അത് കൂടാതെ ഇത് കണ്ടില്ല, ഒരുപാട് 220യുടെ കളക്ഷൻസ് ആണ് ഉള്ളത്. പിന്നെ ഈ സൈഡ് മൊത്തം നമ്മുടെ NSൻ്റെ കളക്ഷൻസ് ആണ്. അപ്പം ഞാൻ കൂടുതലായിട്ട് ഒന്നും ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ ബൈക്ക് മോഡലാണ്. അപ്പം നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട പോലെ വൻ കളക്ഷൻസ് ആണ് ഇത്തവണ ബൈക്ക് മോഡൽ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ നോക്കാം. അതിന് മുമ്പായിട്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ പല ഷോപ്പിലും വീഡിയോ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്ക് അവർ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ഇട്ട വീഡിയോ 11,000-ന് മുകളിൽ വ്യൂസ് വന്നിട്ടും എനിക്കിപ്പോൾ ഒരു തികച്ചൊരു 1000 സബ്സ്ക്രിപ്ഷൻ പോലും ആയിട്ടില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ മോൾ പ്രസ് ചെയ്യുക. പിന്നെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ്. എറണാകുളം കലൂരിനടുത്ത്, കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് മെട്രോ പില്ലർ നമ്പർ 550 തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൂടാതെ ഇവിടെ 3-4 മെക്കാനിക്സ് ഉണ്ട്. ഇതിപ്പോൾ ഉച്ച ടൈം ആയതുകൊണ്ടാണ് അവരൊക്കെ ഫുഡ് കഴിക്കാൻ പോയേക്കണേ. അപ്പോഴാണ് ഞാൻ ഈ വർക്ക്ഷോപ്പിൽ കയറിയത്. ബൈക്ക് മാർട്ടിൻ്റേതായ സ്വന്തമായിട്ടൊരു 3 മെക്കാനിക്സ് ഉണ്ട്. അപ്പോൾ അവരാണ് ഇവിടെ വരുന്ന വണ്ടികളുടെ കംപ്ലൈൻറ്റ് എല്ലാം മാറ്റിയിട്ടായിരിക്കും അവർ വണ്ടി വിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വേറെ ഒരുപാട് ജില്ലകളിൽ നിന്ന് ഒരു ആൾക്കാർ ബൈക്ക് മാർട്ടിൽ നിന്ന് വന്നെടുക്കണം. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി നമുക്ക് വേറൊരു ഷോപ്പിലും കാണാൻ പറ്റാത്തതാണ്. ഇതൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം നിസ്സാര വർക്കല്ല, എല്ലാം വലിയ വർക്കുകളൊക്കെ കണ്ടില്ലേ, എഞ്ചിനൊക്കെ അയച്ചുകൊണ്ട് കൊടുത്ത് പോയേക്കണേണ്. അത്യാവശ്യം വലിയ വർക്കുകളൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള നല്ല എക്സ്പേർട്ടുള്ള മെക്കാനിക്സാണ് ബൈക്ക് മാർട്ടിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇവിടെ വരുന്ന വണ്ടികളുടെ കംപ്ലയിൻറ്റ്സ് എല്ലാം മാറ്റി വെക്കുന്നതുകൊണ്ടാണ് വേറെ ജില്ലകളിൽ നിന്ന് ഒരുപാട് പേര് ബൈക്ക് മാർട്ടിൽ നിന്ന് തന്നെ വന്ന് വണ്ടി എടുക്കുന്നത്. അപ്പം ഞാൻ ഏതായാലും കൂടുതലായിട്ടൊന്നും ദീർഘിപ്പിക്കുന്നില്ല. അപ്പം നമ്മുടെ നാസറിക്ക വണ്ടികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് പോയി നാസറിക്കാനെ കാണാം. അതിന് മുമ്പായിട്ട് ഞാൻ ലൊക്കേഷൻ നമുക്കൊന്ന് പറഞ്ഞുതരാം. എത്ര തവണ പറഞ്ഞാലും ചിലർക്ക് മനസ്സിലാവുന്നില്ല എവിടെയെന്ന്. അതായത് എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ബൈക്ക് മാർട്ടിൻ്റെ ഷോപ്പ് വരുന്നത്. മെട്രോ പില്ലർ നമ്പർ കണ്ടില്ലേ, ഇതാണ് മെട്രോ പില്ലർ നമ്പർ P പില്ലർ 550 തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ബൈക്ക് മാർട്ട് ഷോപ്പ് വരുന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യം നല്ല കസ്റ്റമേഴ്സിൻ്റെ നല്ല തിരക്കുണ്ട്. കണ്ടില്ല, ഇഷ്ടംപോലെ കസ്റ്റമേഴ്സിൻ്റെ തിരക്കുണ്ട്. നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ നാസറിക്ക് അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് നാസറിക്ക് ആയിരിക്കും എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നത്. നമസ്കാരം. നമുക്ക് ഇന്ന് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു അഡീഷണൽ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് നമുക്ക് കുറേ എന്തെങ്കിലുമൊക്കെ നമുക്കുണ്ടാവും. മാക്സിമം റേറ്റ് കുറച്ചിട്ട് നമുക്ക് ഒരു അഡീഷണൽ ഇപ്പോൾ വണ്ടി വാങ്ങുന്ന ഈ വീഡിയോ കണ്ട് വാങ്ങുന്നവർക്ക് ഏകദേശം ഇന്നിപ്പോൾ 5-ാം തീയതിയായി. ഇന്ന് 5-ാം തീയതിയാണ്. ഏകദേശം ഈ മാസം ഓണം
ഓണം 15-ാം തീയതിയാണ്. 14-ാം തീയതി വരെ വണ്ടി എടുക്കാൻ വരുന്നവർക്ക്, നമുക്ക് ഈ വീഡിയോ കണ്ടു വരുന്നവർക്ക് നമുക്കൊരു അഡീഷണൽ ഒരു ഹെൽമെറ്റ് കൊടുക്കാം. ഹെൽമെറ്റാണ് നമുക്ക് പറ്റുന്നൊരു ഓഫർ. അപ്പോൾ പിന്നെ വണ്ടിയുടെ വിലയും അതേപോലെ തന്നെ മാക്സിമം കുറച്ചിട്ട് ഓണത്തോട് അനുബന്ധിച്ച് ഏറ്റവും കുറച്ചിട്ട് തരാം. പിന്നെ അതേപോലെ തന്നെ ഫിനാൻസ് കമ്പനികൾ ലോൺ ഇട്ടെടുക്കാനാണെങ്കിൽ ഫിനാൻസ് കമ്പനികളും കുറച്ച് സ്കീമുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ഈ 1 വർഷത്തേക്ക് ലോൺ എടുക്കുകയാണെങ്കിൽ ഏകദേശം 9.99, ഏകദേശം 10% അടുത്തുള്ള ഈ പലിശയാണ് വരുന്നുള്ളൂ 1 വർഷത്തേക്കുള്ള ലോണിന്. അതേപോലെ തന്നെ ഫിനാൻസ് കമ്പനി, മറ്റുള്ള ഫിനാൻസ് കമ്പനി ആണെങ്കിലും അവരുടെ പലിശയൊക്കെ കുറച്ചിട്ടുണ്ട്. 13% 1 വർഷത്തേക്ക്. നമുക്ക് പുതിയ വണ്ടിക്ക് പോലും അങ്ങനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഏകദേശം ഒരു 10% ഇൻട്രസ്റ്റ് റേറ്റിന് ലോൺ വീൽസ് EMI പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇപ്പോഴത്തെ ഉള്ള ഓണത്തിൻ്റെ ഓഫറുകളായിട്ട് പറയുന്നത്. ഓണത്തിൻ്റെ സ്പെഷ്യൽ വീഡിയോയാണിത്. ഓണത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ്. ഈ വീഡിയോ കണ്ടു വരുന്നവർക്ക് മാത്രമാണ് നമുക്ക് ഈ ഓഫർ ഉള്ളത്. അത് ഈ ഓഫർ നമുക്ക് ഞാനീ പറഞ്ഞ ഹെൽമെറ്റിൻ്റെ ഓഫർ ഓണം വരെയാണ്. ഓണം കഴിഞ്ഞാൽ പിന്നെ അതുണ്ടാവില്ല. പിന്നെ അതുകൂടാതെ നമുക്ക് വണ്ടിയുടെ വില ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അത് ഇപ്പോൾ വന്നാലും സെയിം തന്നെ വിലയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരേ വണ്ടിയുടെ വില ഞാൻ ഇപ്പോൾ പറയാം. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് എല്ലാവർക്കും സ്ഥലം നമ്മൾ എവിടെ നിന്നാണ് വിളിക്കണേ എന്നുള്ളൊരു ലൊക്കേഷനാണ് വേണ്ടത്. ലൊക്കേഷൻ എറണാകുളത്ത് തന്നെയാണ്. എറണാകുളത്ത് കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് മെട്രോയുടെ തൂണിൻ്റെ നമ്പർ 550-ൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എങ്ങും അലഞ്ഞു തിരിണ്ടില്ല. മെട്രോയുടെ ട്രെയിൻ പോണ തൂണിൻ്റെ നമ്പർ മാത്രം നോക്കിയാൽ മതി. 550, അത് 550 ആ നമ്പറിലാണ്. ആ നമ്പറിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞുള്ളത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസിലോട്ട് വരാം. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ കേരളത്തിൽ എവിടെയും ലോൺ കിട്ടുമെന്നുള്ളതാണ് പ്രത്യേകത. അതാണ് വളരെ അനായാസേന സ്പോട്ടിൽ അന്ന് തന്നെ വണ്ടി വന്നു കഴിഞ്ഞ് വണ്ടി വന്ന് നോക്കി ഇഷ്ടപ്പെട്ട് അന്ന് തന്നെ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ള ഓപ്ഷനും കൂടിയുണ്ട്. അപ്പോൾ അതാണ് കാര്യങ്ങൾ. ഒരു മിനിറ്റ്. പിന്നെ ലോണിനെ കുറിച്ചാണ്. ലോണിന് വേണ്ടുന്ന ഡോക്യുമെൻസിനെ കുറിച്ച് പറയാം. ബാങ്കിൻ്റെ പാസ്ബുക്ക്, ആധാർ കാർഡ്, ഫോട്ടോയ്, പാൻ കാർഡ് ഉള്ളവരാണെങ്കിൽ പാൻ കാർഡ് ഇല്ലെങ്കിൽ ഇലക്ഷൻ ID കാർഡോ അങ്ങനെ എന്തെങ്കിലും മതിയാവും. നമുക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അന്ന് തന്നെ മാക്സിമം അന്ന് തന്നെ ലോൺ എടുത്തുകൊണ്ട് ലോൺ റെഡിയാക്കിക്കൊണ്ട് പോകാം. ലോൺ എടുക്കുന്നതിന് സിബിൽ സ്കോർ അത്യാവശ്യം വേണം. ഇനിയിപ്പോൾ അതല്ല ഇതിനു മുമ്പ് ലോണൊന്നും എടുത്തില്ലാത്തവർക്കാണെങ്കിലും സിബിൽ സ്കോർ -1 ആയിരിക്കും. -1 ആണെന്ന് വിചാരിച്ചിട്ട് ലോൺ കിട്ടാതിരിക്കില്ല. ലോൺ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി ലോണായിട്ട് എടുക്കുന്നതിന്. പിന്നെ വണ്ടീനെ കുറിച്ച് ഞാൻ ഓരോ ഡീറ്റെയിൽസ് ഓരോ വണ്ടിക്കും പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സൈലൻറ്റിൻ്റെ ഒരു മൂഡിലിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് കയറി നിൽക്കണേ. അപ്പോൾ എന്താണെങ്കിലും എല്ലാത്തരം വണ്ടികൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പ്രീമിയം വണ്ടികളാണ്. പ്രീമിയം വണ്ടി ഹിമാലയയുടെ പല മോഡൽസ് അങ്ങനെയുള്ള വണ്ടികളാണ് ഇരിക്കണേ. അപ്പോൾ എന്താണെങ്കിലും ഇത് നമുക്ക് ഏറ്റവും കുറഞ്ഞ ബുള്ളറ്റ് മുതൽ വരാം. 2016 ബുള്ളറ്റ് ഉണ്ട്. 2016 ബുള്ളറ്റാണ്. നല്ല ക്ലീൻ വണ്ടി. 2016 ബുള്ളറ്റ് ക്ലാസിക്ക് നമുക്ക് ഏകദേശം ഒരു 15,000 രൂപ അടച്ച് എടുക്കാൻ പറ്റും. വണ്ടിയുടെ വില വെറും 85,000 രൂപയാണ് വിലയുള്ളൂ. നല്ല നീറ്റ് വണ്ടി തന്നെയാണ്. അടുത്തത് വരുന്നത് 2018 മോഡൽ പിന്നെ ഇലക്ട്ര മോഡൽ ബുള്ളറ്റാണ്. സെൽഫ് സ്റ്റാർട്ടർ, ഡിസ്ക് ബ്രേക്ക് ഒക്കെ ഉള്ള മോഡലാണ് ഇലക്ട്ര. ഈ വണ്ടിയാണെങ്കിലും 2018 വണ്ടിയാണ്. നമുക്കൊരു 10,000 രൂപ അടച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. വണ്ടി നല്ല നീറ്റാണ്. 2018 മോഡൽ വണ്ടിയാണ്. വണ്ടിയുടെ വില ഞാൻ പറഞ്ഞത് ഏകദേശം നമുക്കൊരു 85,000 രൂപയ്ക്ക് കൊടുക്കാം. ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ 2018 വേണ്ട. വെറും 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് 2013 മോഡല് ബുള്ളറ്റാണ്. നല്ല വണ്ടിയാണ്. സെൽഫ് സ്റ്റാർട്ടറൊക്കെ ഉള്ള നല്ല നീറ്റ് വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ വെറും 2013 വണ്ടിക്ക് ലോൺ കിട്ടില്ല എന്നുള്ളൊരു പ്രോബ്ലമാണ് ഉള്ളത്. വെറും 62,000 രൂപയ്ക്ക് 2013 മോഡല് ക്ലാസിക് ബുള്ളറ്റ് വണ്ടി നല്ല പുതിയതുപോലെ തന്നെ ഇരിക്കണം. ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ കാര്യത്തിൽ ഉറപ്പാണ്. ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ ഏകദേശം 62,000 രൂപയ്ക്ക് നമുക്ക് എടുക്കാം. പിന്നെ ഉള്ളത് ഹിമാലയാണ്. ഹിമാലയ 2019 മോഡൽ വണ്ടിയാണ്. 2019 മോഡൽ ഹിമാലയ നമുക്ക് 1,55,000 രൂപയ്ക്ക് എടുക്കാം. 55,000 രൂപയ്ക്ക് എടുക്കുമ്പോൾ ഏകദേശം ഒരു 40,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ലോൺ കിട്ടും. നെക്സ്റ്റ് വരുന്നത് 2019 തന്നെ ബുള്ളറ്റിൻ്റെ ABS ഉള്ള ഹിമാലയ. 2 വണ്ടിക്കും ABS ആണ്. ഈ വണ്ടിയാണെങ്കിലും 1,55,000 രൂപയാണ് വില വരുന്നത്. ഏകദേശം നമുക്കൊരു 40,000 രൂപ അടച്ചെടുക്കാം. അതേപോലെ തന്നെ മെറ്റിയോർ 2021 മോഡൽ മെറ്റിയോറാണിത്. മെറ്റിയോർ എന്ന് പറയുന്നത് നല്ല ക്ലീൻ വണ്ടിയാണ്. J series എഞ്ചിനാണ്. അതേപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. എല്ലാ ഓപ്ഷൻസും ഉള്ള ഈ വണ്ടിയാണെങ്കിലും നമുക്ക് 1,60,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു 40,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ വരുന്നത് 2022 വണ്ടിയാണ്. 2024 ജിക്സറാണ്. ഏകദേശം 6,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം 1,25,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല നീറ്റ് വണ്ടി, പക്ക കണ്ടീഷനുള്ള വണ്ടിയാണ്. ഈ ജിക്സറാണ്. 2024 ജിക്സറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വെറും 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി നല്ല നീറ്റാണ്. 6,000 കിലോമീറ്റർ ഓടി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ഒരു തരി സ്ക്രാച്ച് പോലും ഇല്ല. വണ്ടി നല്ല നീറ്റാണ്.
ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം 1,25,000 രൂപയാണ് വില. ഏകദേശം നമുക്കൊരു 10,000 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എടുക്കാം. വെറും 10 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് 2024 ജിക്സർ എടുക്കാൻ പറ്റും. അത്ര നല്ല നീറ്റ് വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ 2022 വണ്ടിയുണ്ട്. ഏകദേശം നമുക്കൊരു 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇതും നല്ല ക്ലീൻ വണ്ടിയാണ്, നല്ല വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അവഞ്ചർ ക്രൂസ് 2023 വണ്ടിയാണ്. 2023 വണ്ടിയാണ്. വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ്. എത്ര കിലോമീറ്റർ? ഏകദേശം 10,000 കിലോമീറ്റർ താഴെയാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. 10,000 കിലോമീറ്റർ താഴെ. ഇതുപോലെ പുതുപുത്തം വണ്ടി, പുതിയതുപോലെ തന്നെ ഇരിക്കണം. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് വെറും 90,000 രൂപയ്ക്ക് കൊടുക്കാം. 90,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണിത്. അതേപോലെ തന്നെ ഹണ്ടർ എന്ന് പറഞ്ഞാൽ വണ്ടി നല്ല വണ്ടിയാണ്. വെറും 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. 2023 വണ്ടിയാണ്. 2023 ഈ വണ്ടി നമുക്ക് വെറും 1,55,000 രൂപയ്ക്ക് കൊടുക്കാം. 1,55,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല നീറ്റ് വണ്ടി. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 40,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ RR3 ടൺ ആണ്. 2021 വണ്ടിയാണ്. 2021 ഈ RR3 ടൺ നമുക്ക് 2,10,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 50 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ നല്ല കിഡിലും വണ്ടിയാണ്, നല്ല ഷോറൂം കണ്ടീഷനിലുള്ള. നമുക്ക് ഏകദേശം 2014 മോഡൽ ക്ലാസിക് ബുള്ളറ്റാണ്. 2014 മോഡൽ ക്ലാസിക് ബുള്ളറ്റ്, നല്ല സെൽഫ് സ്റ്റാർട്ടർ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്ലീൻ വണ്ടി. നമുക്ക് ഏകദേശം നമുക്കൊരു 15,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. വെറും 15,000 രൂപ അടച്ചാൽ എടുക്കാൻ പറ്റും. വണ്ടിയുടെ വില വെറും 65,000 രൂപ മാത്രം. 65,000 രൂപയാണ് ഈ വണ്ടിക്ക് വില വരുന്നുള്ളൂ. വെറും 15 രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി 50,000 രൂപ ലോൺ കിട്ടും. 2,200 രൂപ വെച്ചാൽ മാസം അടവ് വരുള്ളൂ. 2018 മോഡൽ ഡ്യൂക്ക് 200 ആണ്. 2018 വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടി. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് 1,25,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതിനകത്തുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മീറ്ററിൻ്റെ കൺസോൾ മാത്രം ചെറിയൊരു കംപ്ലൈൻറ്റ്, ഡാമേജ് ആണ്. അപ്പോൾ ഈ വണ്ടിയാണെങ്കിൽ വണ്ടിയുടെ വില വെറും 1,25,000 രൂപയ്ക്ക് കൊടുക്കാം. അത് ലോൺ കിട്ടും. ഏകദേശം ഒരു 25,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോൺ കിട്ടും. അടുത്തത് വരുന്നത് ഡൊമിനാറിൻ്റെ 400 ആണ്. 2021 മോഡൽ ABS UG വണ്ടിയാണ്. ഗ്രീൻ കളർ വണ്ടിയാണ്. നമുക്ക് 1,55,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില. നമുക്ക് നേരിട്ട് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വി സ്റ്റോം വണ്ടിയാണ്. 2022 വണ്ടിയാണ്. വെറും 10,000 കിലോമീറ്റർ മാത്രം ഓടിക്കഴിഞ്ഞാൽ വി സ്റ്റോം ആണ്. വണ്ടി ഷോറൂമിൽ ഇരിക്കുന്ന പോലത്തെ വണ്ടിയാണ്, പക്ക വണ്ടിയാണ്. 10,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വില വെറും 1,70,500 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം നമുക്കൊരു 60,000 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ R15 V3 ആണ്. R15 V3 നല്ല ഷോറൂം കണ്ടീഷനിലുള്ള 2021 മോഡൽ വണ്ടിയാണ്. നമുക്ക് 1,30,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 20,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ 2024 പൾസറാണ്. 2024 പൾസറാണ്. ഈ പൾസറിൻ്റെ 125 cc പൾസറാണ്. സാധാ പൾസർ പോലെ തന്നെയുള്ള വണ്ടിയാണ്. 2024 വണ്ടിയാണ്. വെറും 5,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഒരു തരി സ്ക്രാച്ച് പോലും വന്നിട്ടില്ല. വണ്ടി നല്ല നീറ്റ് വണ്ടി. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് വെറും 80,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില. 78,000 രൂപയ്ക്ക് നമ്മൾ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് കൊടുക്കും. ഏകദേശം നമുക്കൊരു 10 രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോണും കിട്ടും. അതേപോലെ തന്നെ 2023 വണ്ടിയാണ്. 2023 R15 V3 ആണ്. നമുക്ക് വെറും 1,45,000 രൂപയ്ക്ക് കൊടുക്കാം. 1,45,000 ഈ വണ്ടി കൊടുത്താൽ നമുക്ക് ഏകദേശം ഒരു 30,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. ഏകദേശം 4,200 രൂപ 4,500 രൂപ വെച്ച് അടവ് വരുള്ളൂ. സ്കൂട്ടറുകളാണ്. സ്കൂട്ടറുകളുടെ ഇഷ്ടം പോലെയാണ്. ഓണത്തിന് സ്കൂട്ടറുകൾ, നല്ല അടിപൊളി സ്കൂട്ടറുകളായിട്ട് നമുക്ക് വിലസാം. ഏകദേശം നമുക്ക് വെറും 5,000 രൂപ അടച്ച് നമുക്ക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. വെറും 5,000 രൂപ. 5,000 രൂപ അടച്ചു കഴിഞ്ഞാൽ സാധാരണ സിവിൽ സ്കോർ ഉള്ള ഒരാൾക്ക് നമുക്ക് സ്കൂട്ടറുകൾ എടുക്കാൻ പറ്റും. അതാണ്. ഇതിൽ ഞാൻ ഒരേ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയാം, അതിന് ഏകദേശം അടക്കേണ്ട എമൗണ്ടും പറയാം. അപ്പോൾ നമ്മുടെ സിവിൽ സ്കോർ ഉണ്ട് എങ്കിൽ നമുക്ക് 5,000 അടച്ചാൽ വണ്ടി കിട്ടിയിരിക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു സ്കീം. അതാണ് ഞാൻ പറയാൻ വരുന്നതും. അപ്പോൾ നമുക്ക് കുറേയധികം കുറഞ്ഞ ചെറിയ വണ്ടികൾ മുതൽ ഏകദേശം 25,000 രൂപയുടെ വണ്ടി മുതൽ ഏകദേശം നമ്മുടെ കയ്യിൽ ഒരു 1 ലക്ഷം രൂപ വില വരുന്നവരെ സ്കൂട്ടറുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് എല്ലാത്തരം ഉണ്ട്. അപ്രിലിരിക്കണം, നല്ല അപ്രിൽ 2019 വണ്ടി വെറും 40,000 രൂപ വിലയുള്ളൂ. 40,000 രൂപ ഓണത്തിന് കൊടുക്കുക. 2019 മോഡൽ അപ്രിലാണ്. 125 ആണ്. 40,000 രൂപ വില വരുള്ളൂ. 5,000 രൂപ അടച്ചാൽ മതി. കേൽസോൺ DD എന്ന് പറയുമ്പോൾ 2024 മോഡൽ വണ്ടിയാണ്. റേസർ ഹൈബ്രിഡ്. നോക്കി മോനെ, ഹൈബ്രിഡ് വണ്ടിയാണിത്. ഈ വണ്ടിയുടെ വെറും കിലോമീറ്റർ 2,323 കിലോമീറ്റർ. വെറും 2,000 കിലോമീറ്റർ മാത്രം ഓടിയ ഹൈബ്രിഡ് റേസർ ആണ്. ഏറ്റവും കൂടിയ മൈലേജിൻ്റെ ചാമ്പ്യനാണ്. ഏകദേശം ഒരു 60 മുകളിൽ മൈലേജ് കിട്ടുമെന്നുള്ളതാണ്
ഇത് 2000 കിലോമീറ്റർ ഓടിയ ഈ വണ്ടി നമുക്ക് വെറും 90,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം 1,25,000 രൂപ വില വരുന്ന വണ്ടി, 1,10,000 മുകളിൽ വില വരുന്ന വണ്ടി നമുക്ക് വെറും 90 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില. ഓണത്തിൻ്റെ ഇതായതുകൊണ്ട് നമുക്കൊരു 88,000 രൂപയ്ക്ക് ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് 88,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം നമുക്ക് വെറും 10,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി. അടുത്തത് 2021 മോഡൽ ഡിയോയാണ്. 2021 മോഡൽ ഡിയോ നമുക്ക് വെറും 65,000 രൂപയ്ക്ക് എടുക്കാൻ പറ്റും. ഏകദേശം 5,000 രൂപ അടച്ചാൽ ഡിയോ എടുക്കാം. അതാണ് അതിൻ്റെ പ്രത്യേകത. അടുത്തത് 2019 മോഡൽ ഡിയോയാണ്. 19 മോഡൽ ഡിയോ എന്ന് വെച്ചാൽ BS4 വണ്ടിയാണ്. BS4 വണ്ടിക്ക് കാർബേറ്ററാണ് വണ്ടി. ഈ വണ്ടിയാണെങ്കിൽ വെറും വീഡിയോയ്ക്ക് വേണ്ടി മാത്രം 50,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ഡിയോയുടെ ഡീലക്സ് ആണ്, 2019 ആണ്. ഈ വണ്ടി നമുക്ക് വെറും 5,000 രൂപ അടച്ചു കഴിഞ്ഞാൽ എടുക്കാം. അടുത്തത് വരുന്നത് 2024 മോഡൽ എൻടോർക്കാണ്. 2024 എൻടോർക്കാണ്. കേൽസോൺ DC രജിസ്ട്രേഷൻ വണ്ടി. നല്ല വണ്ടിയാണ്. 7,000 കിലോമീറ്റർ മാത്രമാണ് ഈ എൻടോർക്ക് ഓടിയിട്ടുള്ളത്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വില വെറും 90,000 രൂപയ്ക്ക് കൊടുക്കാം. 90,000 രൂപയ്ക്ക് 2024 വെറും 7,000 കിലോമീറ്റർ ഓടി എൻടോർക്ക്. അപ്പോൾ ഇതിനകത്തൊരു മെയിൻ്റെനൻസ് ഉണ്ട്. അടുത്ത് 2019 മോഡൽ എൻടോർക്കാണ്. ഈ എൻടോർക്കാണെങ്കിൽ നമുക്ക് ഈ ഡിയോയ്ക്ക് ഇപ്പം മറ്റേ എൻടോർക്കിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ എൻടോർക്കാണെങ്കിൽ വെറും 45,000 രൂപയ്ക്ക് കൊടുക്കാം. 5,000 രൂപ അടച്ചാൽ എടുത്തുകൊണ്ട് പോകാം. അതേപോലെ തന്നെ 2022 മോഡൽ എൻടോർക്കാണ്. സൂപ്പർ സ്ക്വാഡ് മോഡലാണ്. ഈ വണ്ടി റേസ് എഡിഷനിൽ സൂപ്പർ സ്ക്വാഡ് എന്ന് പറഞ്ഞ മോഡലാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 75,000 രൂപയ്ക്ക് കൊടുക്കാം. 75,000 രൂപ നമുക്കൊരു 8,000 രൂപ 10 താഴെ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. അടുത്തത് വരുന്നത് 2019 മോഡൽ ആക്സസ് ആണ്. 2019 മോഡൽ ആക്സസ് നമുക്ക് വെറും 52,000 രൂപയ്ക്ക് കൊടുക്കാം. 2000 ആക്റ്റീവയാണ്. 2022 ആക്റ്റീവയാണ്. നല്ല ഷോറൂം കണ്ടീഷനിലുള്ള ആക്റ്റീവ 2022 വണ്ടി വെറും നമുക്കൊരു 68,000 രൂപ കൊടുക്കാം. ഈ 68,000 രൂപയ്ക്ക് നമുക്കൊരു 7,000 രൂപ 8,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. 2022 ആക്റ്റീവയാണ്. ക്ലീൻ വണ്ടിയാണ്. അത് ഡിയോ 2022 ഡിയോയാണ്. നമുക്ക് 65,000 രൂപയ്ക്ക് കൊടുക്കാം. അതും 2022 വണ്ടിയാണ്. നമുക്കൊരു 68,000 രൂപയ്ക്ക് കൊടുക്കാം. 5,000 രൂപ അടച്ചാൽ മതി. അപ്രലയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഈ വണ്ടി 125 ആണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് വെറും 40,000 രൂപ വില വരുള്ളൂ. 5,000 രൂപ അടച്ചെടുക്കാം. അതേപോലെ തന്നെ 2021 അപ്രലയുടെ SXR എന്ന് പറഞ്ഞ മോഡലാണ്. ഈ വണ്ടിയാണെങ്കിലും നല്ല വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും SXRന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 55,000 രൂപയ്ക്ക് കൊടുക്കാം. അതിനകത്തും ഒരു 5,000 അടച്ചാൽ മതിയാവും. അടുത്ത് 2018 മോഡൽ അപ്രിലാണ്. ഈ വണ്ടിയാണെങ്കിലും വെറും 40,000 രൂപയ്ക്ക് കൊടുക്കാം. 5,000 രൂപ അടച്ചാൽ എടുക്കാം. അതേപോലെ തന്നെ ജൂപ്പിറ്ററാണ്. ജൂപ്പിറ്ററും 2020 ജൂപ്പിറ്റർ 65,000 രൂപയാണ്. 5,000 രൂപ അടച്ചാൽ എടുക്കാം. അതേപോലെ തന്നെ 2020 വണ്ടി. ഇനിയിപ്പോൾ 5,000 രൂപ മാത്രം അടച്ചിട്ട് വണ്ടി എടുക്കാനല്ല. ഇനിയിപ്പോൾ 5,000 രൂപ കൂടുതൽ എത്ര കൂടുതൽ അടയ്ക്കണോ അത്രയും നല്ലതാണ്. കാരണം എന്താണെന്ന് അത്രയും കുറച്ച് ലോൺ എടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഈ സ്കീം ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അത് പറയുന്നത് 2015 ജൂപ്പിറ്റർ 2015 ജൂപ്പിറ്റർ വെറും 25,000 രൂപ വരുള്ളൂ. 25,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടി. അതേപോലെ തന്നെ 2017 ജൂപ്പിറ്റർ 45,000 രൂപയ്ക്ക് കൊടുക്കാം. ജൂപ്പിറ്ററിൻ്റെ ക്ലാസിക് വണ്ടിയാണ്. 45,000 കൊടുക്കാം. അതേപോലെ തന്നെ ഇതിനും 5,000 അടച്ചാൽ മതിയാവും. അതേപോലെ തന്നെ 2015 മോഡൽ മാസ്ട്രോ നമുക്കൊരു 22,000 രൂപയ്ക്ക് കൊടുക്കാം. ഒരു 5,000 രൂപ അടച്ചു കഴിഞ്ഞാൽ മാസ്ട്രോ എടുക്കാം. അതുപോലെ തന്നെ ആക്റ്റീവ 2015 മോഡലാണ്. ഏകദേശം നമുക്കൊരു 28,000 രൂപയ്ക്ക് കൊടുക്കാം. അത് കുറഞ്ഞ എമൗണ്ടിൽ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി. അത് 2015 മോഡൽ റേസ് ഉണ്ട്. ഇതും നമുക്കൊരു 30 രൂപ താഴെ കൊടുക്കാം. ഇത് 2017 മോഡൽ റേസ് ആണ്. നമുക്കൊരു 28,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ നല്ല വണ്ടിയാണ് പ്ലഷർ. 2015 മോഡൽ പ്ലഷർ ഏകദേശം നമുക്കൊരു 25,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് കുറഞ്ഞ എമൗണ്ട് ഡൗൺ പേയ്മെൻറ്റ് അടച്ചെടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. നമ്മുടെ കയ്യിലുള്ള എല്ലാ വണ്ടികളും ഇപ്പോൾ ഈ ഓണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് മാക്സിമം വണ്ടിയുടെ റേറ്റ് കുറച്ചിട്ട് ഡൗൺ പേയ്മെൻറ്റിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. നല്ല കിഡിലൻ ഷോറൂം കണ്ടീഷനിലുള്ള ഒരു പ്ലഷറാണ്. 2017 മോഡൽ 18 പ്ലഷറാണ്. നല്ല വണ്ടി, നല്ല നീറ്റ് വണ്ടി. ലേഡീസിന് വണ്ടി നല്ല വണ്ടിയാണ്. ചെറിയ വണ്ടിയാണ്. വണ്ടി ചെറിയ വണ്ടി ആയതുകൊണ്ട് ഓടിക്കാൻ ലേഡീസിനെ സംബന്ധിച്ച് വളരെ കംഫർട്ടായിരിക്കും. പ്ലഷർ എന്ന് പറഞ്ഞ വണ്ടി നല്ല വണ്ടിയാണ്. 100cc വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വില വെറും 38,000 രൂപയ്ക്ക് കൊടുക്കാം. 38,000 രൂപയ്ക്ക് 2017 ഷോറൂം കണ്ടീഷനിലുള്ള കിലോമീറ്റർ ഏകദേശം ഞാൻ പറഞ്ഞുതരാം. ഏകദേശം 21,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഈ വണ്ടി നമുക്ക് 38,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം നമുക്കൊരു 30,000 രൂപയുള്ള ലോൺ കിട്ടും. 8,000 രൂപ അടച്ചാൽ മതി. അത് 2016 മോഡൽ ഫാസിനോ ഉണ്ട്. 30,000 രൂപയ്ക്ക് കൊടുക്കാം. 2016 ഫാസിനോ വെറും 30,000 രൂപയാണ്. നമുക്കൊരു 5,000 രൂപ അടച്ച് കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. അടുത്ത 2018 ഫാസിനോയാണ്. നമുക്കൊരു 35,000 രൂപയ്ക്ക് കൊടുക്കാം. അടുത്ത 2018 ഫാസിനോയാണ് 38,000 രൂപ 40 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ 40,000 രൂപയ്ക്ക് കൊടുക്കാം. 5 രൂപ അടച്ചാൽ മതി. അതേപോലെ തന്നെ
പിന്നെ ആൽഫയാണ്, യമയുടെ ആൽഫ നല്ല വണ്ടിയാണ്. ഏകദേശം 2017 വെറും 30,000 രൂപ വരുള്ളൂ. 5,000 രൂപ അടച്ചെടുക്കാം. അതേപോലെ തന്നെ 2017 ആക്റ്റീവ ഇരിപ്പുണ്ട്. ഏകദേശം നമുക്കൊരു 40,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ് ആക്റ്റീവ. നമുക്കൊരു വണ്ടിയുടെ വില വെറും 38,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ മാസ്ട്രോ 2016 മോഡൽ വണ്ടിയാണ്, വെറും 25,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. അതേപോലെ തന്നെ 2018 മാസ്ട്രോ ഇരിപ്പുണ്ട്. ഈ വണ്ടിയാണെങ്കിലും നല്ല വണ്ടി, നീറ്റ് വണ്ടി. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില മാസ്ട്രോ 2018 മാസ്ട്രോയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു 33,000 രൂപയ്ക്ക് കൊടുക്കാം. 2018 മാസ്ട്രോ 33,000 രൂപ. മാസ്ട്രോയുടെ എഡ്ജാണ്, നല്ല വണ്ടിയാണ്. അതേപോലെ തന്നെ ആക്റ്റീവ 2016 ആക്റ്റീവാണ്, വെറും 35,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ നല്ല കണ്ടീഷനായിട്ടുള്ള 2018 ആക്സസ് ആണ്. 2018 ആക്സസ് വെറും 45,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് വേറെ ഒരു വണ്ടിയുണ്ട് 2018 ആക്സസ്, നല്ല വണ്ടി, നീറ്റ് വണ്ടികളാണ്. രണ്ടും നല്ല നീറ്റ് വണ്ടികളാണ്. 45,000 രൂപയാണ്. 5,000 രൂപ അടച്ചാൽ ഇറക്കാൻ പറ്റും. അത് എവിടെയാണെങ്കിലും ഇറക്കാൻ പറ്റും. മലപ്പുറത്താണെങ്കിലും കുഴപ്പമില്ല, എവിടെയാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും കുഴപ്പമില്ല, എവിടെയാണെങ്കിലും നമുക്ക് ഈ റേറ്റിന് ലോണിന് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ HF ഡീലക്സ് 2014 മോഡൽ HF ഡീലക്സ് ആണ്. നമുക്ക് വെറും 23,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല നീറ്റ് വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ ഗ്ലാമർ 2013 മോഡൽ ഗ്ലാമർ ഉണ്ട്. 23,000 22,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഗ്ലാമർ 2018 മോഡൽ ഗ്ലാമറാണ്. 2018 മോഡൽ ഗ്ലാമർ ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 18 മോഡൽ ഗ്ലാമർ നിസ്സാര വിലയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 35,000 രൂപയ്ക്ക് 2018 ഗ്ലാമർ കൊടുക്കാം. അതേപോലെ NSൻ്റെ വൻ കളക്ഷൻ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. 2019 മോഡൽ ABS വരുന്ന വണ്ടിയുണ്ട്. വെറും 90,000 രൂപ, വെറും 15,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ 2017 മോഡൽ NSൻ്റെ 160 ഉണ്ട്, നീല കളർ വണ്ടി. വെറും 55,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ അടച്ചു കഴിഞ്ഞാൽ NS എടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ കണ്ടുള്ളവർക്ക് മാത്രമുള്ള ഓഫറാണിത്. അത് 2018 മോഡൽ NS ആണ്. 18 മോഡൽ നല്ലൊരു NS ആണ്. നമുക്ക് വെറും 80,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 15 രൂപ അടച്ചാൽ മതി. 2018 മോഡൽ അടുത്തൊരു NS ഉണ്ട്, നമുക്കൊരു 15,000 രൂപ അടച്ച് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ 2018 തന്നെ അടുത്തൊരു നല്ല കിടിലൻ NS ഉണ്ട്, നല്ല വണ്ടി, KL5AR വണ്ടി. മറ്റാരും ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു വെറും 75,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2019 മോഡൽ വണ്ടി NS ഉണ്ട്. NSൻ്റെ 160 NS 160 വെറും 60,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്കൊരു 10 രൂപ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ ഡിയോ കുറേ ഡിയോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. 2016 മോഡൽ ഡിയോയാണ്. വെറും 35,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല നീറ്റ് വണ്ടി, നല്ല ഫാൻസി, നല്ല നീറ്റ് വണ്ടി. 5,000 രൂപ അടച്ചാൽ മതി. അത് 2018 മോഡൽ ഡിയോ ഉണ്ട്, നല്ല വണ്ടിയാണ്. 18-19 വണ്ടിയാണ്. നമുക്കൊരു 48,000 രൂപ എടുക്കാം. അതേപോലെ തന്നെ എൻടോർക്ക് 2018 മോഡൽ എൻടോർക്കാണ്. വെറും 40,000 രൂപ വരുള്ളൂ. 5,000 രൂപ അടച്ചാൽ മതി. അതേപോലെ തന്നെ വെറും 5,000 കിലോമീറ്റർ മാത്രം ഓടിയ ആക്റ്റീവ് ഇരിപ്പുണ്ട്. വെറും 5,000 കിലോമീറ്റർ മാത്രം ഓടി കഴിഞ്ഞാൽ നല്ല ഷോറൂം കണ്ടീഷനിലുള്ള ആക്റ്റീവയാണ്. 2018 വണ്ടിയാണ്. ഏകദേശം 45,000 രൂപയ്ക്ക് കൊടുക്കാം. 5,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി കണ്ടാലറിയാം. അതേപോലെ തന്നെ 2019 വണ്ടിയാണിത്. 2019 ഡിയോയാണ്. നല്ല നീറ്റ് വണ്ടി. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 52,000 രൂപയ്ക്ക് നല്ല ഷോറൂം കണ്ടീഷനിലുള്ള ഡിയോ കൊടുക്കാൻ പറ്റും. വണ്ടി നല്ല നീറ്റാണ്, പക്കാ വണ്ടിയാണ്. ഇവയുടെ യെല്ലോ കളർ, ഗോൾഡൻ കളർ വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു 45,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടി, കുഴപ്പമില്ല. അതേപോലെ തന്നെ എക്സ്പൾസിൻ്റെ 4V വണ്ടി, പിന്നെ അതേപോലെ റാലി എഡിഷൻ വണ്ടി 1,25,000 രൂപ ഉള്ളൂ. വെറും 20,000 രൂപ അടച്ച് കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കും. അതേപോലെ തന്നെ 2021 എക്സ്പൾസ് 200 ഉണ്ട്, നല്ല നീറ്റ് വണ്ടി. വെറും 22,000 കിലോമീറ്റർ ഓടി ഈ വണ്ടി. വെറും 1,03,000 രൂപയ്ക്ക് ഫ്രണ്ടിലെ ടയറും കൂടെ മാറിയിട്ട് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ 2017 വണ്ടി, ഇതൊക്കെയാണെങ്കിൽ എക്സ്പൾസിനൊക്കെ വെറും 20 അടച്ചാൽ മതി കേട്ടോ. അതേപോലെ തന്നെ ഈ FC 2017 FC ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു 50,000 രൂപ താഴെ കൊടുക്കാൻ പറ്റും. നല്ല വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ 2017 വണ്ടി വെറും 50,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 15 രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് FC എടുക്കാം. ഇത് 2015 FC ആണെങ്കിൽ ഏകദേശം വണ്ടിയുടെ വില 35,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഈ വണ്ടി ഫേസർ 2014 ഫേസർ ഉണ്ട്. വെറും 22,000 രൂപ വരുള്ളൂ. അതുപോലെ 24,000 രൂപയ്ക്ക് FC കൊടുക്കാൻ പറ്റും. 2013 മോഡൽ FC 24,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. ഇത് സൂപ്പർ സ്പ്ലെൻഡറാണ്. 2019 മോഡൽ സൂപ്പർ സ്പ്ലെൻഡർ. വെറും 40,000 രൂപ. വെറും 5,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സൂപ്പർ സ്പ്ലെൻഡർ സ്വന്തമാക്കാം. അത് നല്ല നീറ്റ് വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ പൾസർ 125 വെറും 2021 മോഡൽ പൾസർ 125 വെറും 55,000 രൂപയ്ക്ക് കൊടുക്കാം. 5,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമാക്കാം. അതേപോലെ തന്നെ 2016 മോഡൽ
220 ആണ്. 2016 220 വെറും 40,000 രൂപ വരുള്ളൂ. അതേപോലെ തന്നെ 2014 മോഡൽ 40,000 രൂപയ്ക്ക് 10 രൂപ അടച്ച വണ്ടി ഉണ്ടാട്ടോ. അതേപോലെ തന്നെ 2014 മോഡൽ പൾസർ നമുക്ക് വെറും 22,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 22,000 രൂപയ്ക്ക് 2014 മോഡൽ പൾസർ കൊടുക്കാം. നല്ല വണ്ടിയാണ്, സെൽഫ് സ്റ്റാർട്ടർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അത് 2013 മോഡൽ പൾസർ വെറും 20,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2019 മോഡൽ പൾസർ 150 നല്ല വണ്ടി, ക്ലീൻ വണ്ടിയാണ്. ചെറിയ കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് ചെറിയ തുരുമ്പിൻ്റെ അംശങ്ങളുണ്ട്. അപ്പോൾ അത് വണ്ടി കണ്ടാൽ തന്നെ മനസ്സിലാവും. വണ്ടിയുടെ വില വെറും 40,000 രൂപ മാത്രമേ ഉള്ളൂ. വെറും 5,000 രൂപയ്ക്ക് ഇറക്കാൻ പറ്റും. അതേപോലെ തന്നെ പൾസർ 125 2021 വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 55,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ പൾസർ 2016 മോഡൽ പൾസർ വെറും 30,000 രൂപയ്ക്ക് കൊടുക്കാം. അതുപോലെ തന്നെ 2018 മോഡൽ പിന്നെ പൾസർ 220 ആണ്, നല്ല വണ്ടിയാണ്. നമുക്ക് ഏകദേശം 60,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2018 മോഡൽ വേറൊരു 220 ഇരിക്കുന്നുണ്ട്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 60,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2017 വണ്ടി 16 വണ്ടി വേറെ ഉണ്ട്, ഏകദേശം 40,000 രൂപ വില വരുള്ളൂ. ഇത് 2019 വണ്ടിയാണ്. ABS ഉള്ള ഈ 220 ആണെങ്കിൽ 75,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2015 220 ഇരിപ്പുണ്ട്, വെറും 30,000 രൂപ വരുള്ളൂ. 10 രൂപ അടച്ച് കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. അതേപോലെ ജിക്സർ നല്ലൊരു ജിക്സറാണ് 2016 നല്ല വണ്ടിയാണ്. വണ്ടി നല്ലതാണ്. ഫ്രണ്ടിൽ ടയർ മോശമുണ്ട്, ടയർ മാറ്റിയിട്ട് തരാം. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 40,000 രൂപയ്ക്ക് തരാം. ഏകദേശം ഒരു 5 രൂപ 10 രൂപയൊക്കെ അടച്ച് കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. 2016 മോഡലാണ്. അതേപോലെ തന്നെ പൾസറിൻ്റെ ഇത് മോഡൽ പൾസർ 180 ആണ്. പൾസർ 180 അല്ലേ പൾസറിൻ്റെ ഈ വണ്ടിയാണെങ്കിലും 2018 മോഡലാണ്. ഏകദേശം നമുക്കൊരു 45,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ പാഷൻ പ്രോ 2021 പാഷൻ പ്രോ വെറും 55,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. അതേപോലെ തന്നെ ജിക്സർ 2016 വണ്ടിയാണ്, നല്ല നീറ്റ് വണ്ടി. ജിക്സർ 2016 വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 2016 ഈ വണ്ടി നമുക്കൊരു 35,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2014 മോഡൽ ആക്റ്റീവ നമുക്കൊരു 25,000 രൂപയ്ക്ക് കൊടുക്കാം. 2014 2011 ആക്റ്റീവ നമുക്കൊരു 20,000 രൂപയ്ക്ക് കൊടുക്കാം. 2016 ആക്റ്റീവ ഏകദേശം ഒരു 32,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ TVS വീഗോ ഇരിക്കുന്നുണ്ട്. TVS വീഗോ 2014 മോഡൽ വണ്ടിയാണ്, 22,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്, ലോണും കിട്ടും. അതുപോലെ 2019 XL സൂപ്പർ ഇരിപ്പുണ്ട്, 2020 വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും 30,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ കുറഞ്ഞ വിലയുടെ ഹോണ്ട ഷൈൻ 2012 മോഡൽ ഹോണ്ട ഷൈൻ ആണ്. നല്ല വണ്ടിയാണ്, നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള നല്ല വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു 20 രൂപ താഴെ കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് വരുന്നത് ഏവിയേറ്റർ 2018 മോഡൽ ഏവിയേറ്റർ വെറും 38,000 രൂപയ്ക്ക് കൊടുക്കാം. 5,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം. ഏവിയേറ്റർ നല്ല വണ്ടിയാണ് കേട്ടോ, ഒട്ടും മോശമല്ല. അതേപോലെ തന്നെ ഫാസിനോ റേസ് ഇട്ട് നമുക്കൊരു 28,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ സ്പ്ലെൻഡർ പാഷൻ പ്രോ 2011 മോഡൽ വണ്ടിയാണ്, വെറും 18,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ സ്പ്ലെൻഡർ സെയിലായ വണ്ടിയാണ്. അതേപോലെ തന്നെ CT 110X ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 55,000 രൂപയ്ക്ക് കൊടുക്കാം. 5 രൂപ അടച്ചാൽ മതി. അതേപോലെ തന്നെ ഈ ഇരിക്കുന്ന CT 100 ആണെങ്കിലും 2020 മോഡൽ CT 100 നമുക്ക് 45,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 5,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ യമഹയുടെ ഒരു വണ്ടിയാണ്, നമുക്കൊരു 12,000 രൂപയ്ക്ക് കൊടുക്കാം. യമഹയുടെ YBR. അതേപോലെ തന്നെ പാഷൻ പ്രോ നമുക്കൊരു 18,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ സ്കൂട്ടി പെപ്പ് വെറും 15,000 രൂപയുടെ സ്കൂട്ടി പെപ്പാണ്. 2011 മോഡൽ നല്ല വണ്ടിയാണ്, നല്ല നീറ്റ് വണ്ടിയാണ്. സെൽഫ് സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല വണ്ടിയാണ് മോനെ. നല്ല സ്കൂട്ടി പെപ്പാണ്, വെറും 15,000 രൂപ. ഇനിയുണ്ട് ടെസ്റ്റിന്, ഇനി 2026 വരെ പേപ്പറുകളും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ്. അതേപോലെ തന്നെ പൾസർ 135 വെറും 30,000 രൂപയ്ക്ക് കൊടുക്കാം. 2017 വണ്ടിയാണ്. അതേപോലെ തന്നെ ഇതേ 2018 CT 110X നമുക്കൊരു 65,000 രൂപ, അല്ല 65,000 രൂപ പറ്റില്ല, 55,000 രൂപയ്ക്കും കൊടുക്കാം. ഇത് 2022 വണ്ടിയാണ്. 2023 വണ്ടിയാണ്, 60,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ CT 100 നമുക്ക് വെറും 30,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ലോണായിട്ട് കിട്ടും. ബാക്കിയുള്ള എല്ലാ വണ്ടികളും സെയിലായതാണ്. പിന്നെ കരിഷ്മ ഇരിക്കുന്നുണ്ട്. കരിഷ്മ ആണെങ്കിൽ 2012 മോഡൽ കരിഷ്മ ഇരിക്കുന്നുണ്ട്. നല്ല വണ്ടി തന്നെയാണ്. ഏകദേശം 23,000 രൂപയ്ക്ക് നല്ല വണ്ടി, അത്യാവശ്യം ഇഞ്ചിൻ ഭാഗങ്ങളൊക്കെ നല്ലതാണ്. വെറും 23,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. അതിപ്പോൾ ഈ വീഡിയോ ഓണത്തിൻ്റെ മാത്രം സ്പെഷ്യൽ വീഡിയോയാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ ഓണത്തിന് വേണ്ടിയിട്ട് മാത്രം ഈ സമയം അടുത്തിപ്പോൾ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഓഫറിലിട്ടാണ് വണ്ടി വിട്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെൻ്റ് ആണ്, ഏകദേശം ഒരു 5,000 രൂപയ്ക്ക് അടച്ചാൽ മതി. പിന്നെ അതാണ് ഏറ്റവും ഒരു ലക്കി ടൈമാണ്. അതേപോലെ തന്നെ ഉള്ളത് ഇപ്പോൾ വണ്ടി എടുക്കാനുള്ള സമയം.
ഇപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഫിനാൻസ് കമ്പനിയുടെ ഇനിഷ്യൽ പിന്നെ ഇൻട്രസ്റ്റ് ഒരു വർഷത്തേക്ക് ലോൺ എടുത്താൽ 10% മാത്രമാണ് പലിശ വരുന്നത്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് 3 വർഷത്തേക്കാണെങ്കിൽ 13% വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ഹൈഡൻ ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡോക്യുമെൻറ്റേഷൻ ചാർജുകളും ആ കാര്യങ്ങൾ സാധാരണ രീതിയിൽ വരുന്ന പോലെ തന്നെയാണ് വരുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ നേരിട്ട് വരിക. നമുക്ക് ഇപ്പോഴാണെങ്കിലും ഓഫറുകളും കാര്യങ്ങളും ഉണ്ട്. വന്നാൽ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അന്ന് തന്നെ സ്പോട്ട് അപ്രൂവലാണ്. നമുക്ക് ഏകദേശം 4-5ഓളം ഫിനാൻസിൻ്റെ എക്സിക്യൂട്ടീവ് നിങ്ങൾ വന്നാൽ അപ്പോൾ തന്നെ റെഡിയാക്കി തരാനായിട്ട് ഇവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വരിക. നമുക്ക് അതേപോലെ തന്നെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. കൂട്ടുകാർക്കും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതിന് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.